ഹലോ കൂട്ടുകാരെ, അവതാർ 2 വേ ഓഫ് വാട്ടർ അവസാനിക്കുമ്പോൾ ജേക്കിന്റെ മകൻ നിതിയ ആ വഴക്കിനിടയിൽ മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സംഭവത്തിന് 3-4 മാസം കഴിഞ്ഞിട്ടും എല്ലാവരും ഇപ്പോഴും അതിന്റെ ദുഃഖത്തിലാണ്. ജേക്കിന്റെ ഭാര്യയായ നെയ്തീരിക്ക് മനുഷ്യരോട് നല്ല രീതിയിലുള്ള വെറുപ്പുണ്ട്. മനുഷ്യരുടെ കാരണമാണല്ലോ തന്റെ മകന്റെ മരണം സംഭവിച്ചത്. ആ വെറുപ്പ് മനുഷ്യനായിട്ടുള്ള സ്പൈഡറിനോടും ഇപ്പൊ നെയ്തീരിക്കുണ്ട്. മാത്രമല്ല, ഇനിയും മനുഷ്യന്മാർ ഇവരെ ആക്രമിക്കാൻ വരുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങളായി കടലിനടിയിൽ അടിഞ്ഞു കിടന്നിരുന്ന എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ജേക്കും മക്കളും ശേഖരിച്ചു. ശേഷം അത് നേരെ മെറ്റിക്കൈന വംശത്തിന്റെ ലീഡറായ ഡൊണോവാരിക്ക് മുന്നിൽ കൊണ്ടുവരികയാണ്. കാരണം ജേക്കിനറിയായിരുന്നു തോക്കിന് നേരെ കത്തി പിടിച്ചിട്ട് കാര്യമില്ല എന്ന്. പക്ഷെ ഡൊണോവാരിക്ക് ഇതിൽ എതിർപ്പാണ്. നാവികളുടെ രീതി ഇതല്ല, നമുക്കുള്ളത് എയ്വ നൽകുമെന്ന് അയാൾ പറയുന്നു. കൂടാതെ അയാൾ പറയുന്നുണ്ട്, നമ്മുടെ പല കൂട്ടുകാരും മരിച്ചു. ഈ ദുഃഖത്തിന്റെ ഇടയിലും നീ ആയുധങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജേക്കിന് മറ്റൊരു കാര്യം അറിയാം, മനുഷ്യർ ഉടൻ തന്നെ ആക്രമണം അഴിച്ചുവിടും. അതിനാൽ തന്നെ ജേക്ക് ഇപ്പോ യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. അക്കാര്യം അവൻ മറ്റുള്ളവരോട് പറയുന്നുമുണ്ട്. മറുവശത്ത് കഴിഞ്ഞ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന കേണലിനെയും ക്യാപ്റ്റനെയും കാണിക്കുന്നു. അവര് വീണ്ടും മുഴുവൻ ശക്തിയോടുകൂടി നാവികൾക്ക് നേരെ ആക്രമണം നടത്താനായി തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. സമുദ്രത്തിൽ അവർ നോക്കുമ്പോൾ ഒരു നാവിയുടെയും മൃതദേഹം കാണുന്നില്ല. അതോടുകൂടി അവർക്ക് ദേഷ്യം കൂടി വരുന്നുണ്ട്. അതായത് ഒരുപാട് നാവികൾ ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയല്ലോ, കൂടാതെ ജയിക്കും രക്ഷപ്പെട്ടു. ഇത് അവരുടെ ദേഷ്യം ഇരട്ടിപ്പിച്ചു. മറുവശത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നെയ്തീരി നെതിയാമിനെ ഓർക്കുന്നു. ജയിക്ക് അവളെ പറ്റുന്ന പോലെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ആകാശത്ത് നിരവധി പ്ലെയിൻ മർച്ചന്റ് ഷിപ്പുകൾ വരുന്നത് ഇവർ കാണുന്നത്. അവർ മറ്റൊരു ടൈപ്പ് നാവികളാണ്. ഈ ആകാശ നാവികൾ എപ്പോഴും പറന്നു നടക്കും. അവർ ഇവരെ പോലെ ഒരിടത്ത് താമസിക്കുന്നവരല്ല, കൂടാതെ കച്ചവടവും ചെയ്യും. അവരെ കണ്ട നെയ്തീരി ജയിക്കിനൊപ്പം ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നു. കേണലിന്റെ മകനായിട്ടുള്ള സ്പൈഡറിനെ മനുഷ്യരുടെ സ്പേസ്ഷിപ്പിലേക്ക് തന്നെ തിരികെ അയക്കണം. കാരണം അവൻ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ശ്വസിക്കാൻ സാധിക്കില്ല. എങ്ങാനും അവന്റെ മാസ്കിന്റെ ബാറ്ററി തീർന്നിട്ടുണ്ടെങ്കിൽ അവൻ ശ്വാസം കിട്ടാതെ മരിക്കും. അതുകൊണ്ട് എക്കാലവും അവനിവിടെ ജീവിക്കുന്നത് ശാശ്വതമല്ല എന്നാണ് ഇവര് പറയുന്നത്. ജേക്കിന്റെ കുട്ടികൾ പക്ഷേ സ്പൈഡറിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് എതിരാണ്. എന്നാൽ ജേക്ക് പറഞ്ഞു, ഇതാണ് ശരിയായ തീരുമാനം, അവൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഇതെന്റെ അവസാന തീരുമാനം കൂടിയാണ്. ശേഷം ജേക്ക് ആകാശനാവികളുടെ ലീഡറുമായിട്ട് ഇതേപ്പറ്റി സംസാരിക്കുന്നു. ആദ്യം പുള്ളിക്കാരൻ സമ്മതിക്കുന്നില്ല, പിന്നീട് ജേക്കിന്റെ വാക്കുകൾ അംഗീകരിക്കുകയാണ്. എന്നാൽ കുട്ടികളുടെ വിഷമം കണ്ട് ജേക്ക് മറ്റൊരു മാറ്റം ഈ തീരുമാനത്തിൽ കൊണ്ടുവരുന്നു. സ്പൈഡറിനെ കൊണ്ടുവിടാൻ ഇവർ ഫാമിലിയായി ആ നാവികളുടെ കൂടെ പോകാമെന്ന്. പക്ഷെ അതിലെ നേതാവ് ഇത് എതിർത്തു. കാരണം കച്ചവടക്കാരായതിനാൽ ഇവർക്ക് ആരെയും പിണക്കാൻ പറ്റില്ല. എന്നാൽ ഒരു ടീമിലെ നേതാവിനെ കൂടെ കൂട്ടിയാൽ ഇവർ പക്ഷം ചേർന്ന പോലെ ആവില്ലേ? അന്നേരം ജേക്ക് താൻ ഷിപ്പിൽ കയറുന്നില്ലെന്നും ഒറ്റയ്ക്ക് പറന്നു വന്നോളാമെന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ ജേക്ക് തന്റെ കുടുംബത്തോടൊപ്പം സ്പൈഡറിനെ സ്പേസ് ഷിപ്പിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നു. ഇതിന്റെ ഇടയിൽ ജേക്കും കുടുംബവും മർച്ചന്റ് ഫ്ലൈയിങ് സ്പേസ് ഷിപ്പിലുണ്ടെന്ന് കേണൽ അറിയുകയാണ്. ഇത് കേട്ട് അയാൾ കൂട്ടുകത്ത സന്തോഷം. ജേക്കിനെയും കുടുംബത്തെയും ഒന്നിച്ച് തീർത്ത് കളയാമല്ലോ. എന്നാൽ ഈ കേണൽ എത്തുന്നതിന് മുൻപ് തന്നെ മർച്ചന്റ് സ്പേസ് ഷിപ്പുകൾ മേലെ മഗ്വാങ് എന്ന് പറയുന്ന ആഷ് നാവികൾ ആക്രമിക്കുകയാണ്. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഈ നാവികൾ നമ്മുടെ നെയ്തീരിയുടെ ഒക്കെ വംശം പോലെ തന്നെ ജീവിച്ചു വന്നിരുന്നവരാണ്. പക്ഷേ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഇവരുടെ ആ നാടില്ലാതായി. അവർ വിശ്വസിച്ചിരുന്ന അവരുടെ എയ്വ പോലുള്ള മദർ സോൾ അവരെ രക്ഷിക്കാത്തതുകൊണ്ട് ഈ നാവികൾ പിന്നീട് നാവി നിയമങ്ങൾ തെറ്റിച്ച് മറ്റുള്ള നാവികളെ ഉപദ്രവിച്ച് ജീവിക്കാൻ തുടങ്ങി. എയ്വയെ പോലും വിശ്വസിക്കാത്ത ഈ നാവികളുടെ ലീഡർ വരാങ് എന്ന് പറയുന്ന ക്രൂരയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെ ഈ ആഷ് നാവികൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മർച്ചന്റ് സ്പേസ്ഷിപ്പുകളും തീവച്ച് അവയെ മൊത്തം ലൂട്ട് ചെയ്യുന്നു. ഇവരുടെ ഉദ്ദേശവും ഇത് തന്നെയാണ്. മർച്ചന്റ്സിന്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ കാണുമല്ലോ. ഇവിടെ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന ആ സ്ഥലത്ത് ജീവിക്കുന്ന ഇവർക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെയുള്ളത് ഇത്തരത്തിൽ ലൂട്ട് ചെയ്താണ് കിട്ടുന്നത്. കൂടാതെ ഒരാളെ പോലും വെറുതെ വിടാതെ അവർ തീർത്തോണ്ടിരിക്കുകയാണ്. ഈ ഒരു ആക്രമണത്തിൽ നെയ്തീരിയുടെ മേൽ ഒരു അമ്പ് തറയ്ക്കുന്നുണ്ട്. അവൾ ഉടനെ തന്നെ കാട്ടിലേക്ക് വഴുതി വീണു പോവുകയാണ്. ഇതേ സമയം ജേക്കിന്റെ 3 കുട്ടികളും അമ്മയിൽ നിന്ന് വേർപിരിഞ്ഞും പോകുന്നു. അവർ മറ്റൊരു ദിശയിൽ പറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ സ്പൈഡറിന്റെ മാസ്കിന്റെ ബാറ്ററി തീരാനായിട്ട് പോവാണ്. അവന്റെ അടുത്ത് മറ്റൊരു മാസ്കും ഇല്ല. കാരണം അതാ മർച്ചന്റ് സ്പേസ്ഷിപ്പിലായിരുന്നു. ബാറ്ററി എങ്ങാൻ തീർന്നിട്ടുണ്ടെങ്കിൽ അവൻ അപ്പോ തന്നെ മരിക്കും. ഇതേ സമയം ജേക്ക് ഇവരെയെല്ലാം തിരക്കി നടക്കുന്നതിന്റെ ഇടയിൽ സ്പൈഡറിന്റെ സ്പെയർ മാസ്ക് കിട്ടുന്നു.
ഈ മാസ്കിലാണെങ്കിൽ ഫുൾ ചാർജും ഉണ്ട്. ഇത് കണ്ടപ്പോ സ്പൈഡർ മാസ്ക് മാറ്റിയിട്ടില്ല എന്നോർത്ത് ജെയ്ക്കിനും നല്ല ടെൻഷൻ വന്നു. എന്നാൽ സ്പൈഡറിന്റെ അടുത്തേക്ക് ജെയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് ആ കേണൽ ഇപ്പോൾ ജെയ്ക്കിനെ അടുത്തേക്ക് വന്ന് എന്നിട്ട് അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ജെയ്ക്ക് കാര്യങ്ങളെല്ലാം കേണലിനോട് പറഞ്ഞു. സ്പൈഡറിന് ഒരു മാസ്ക് മാത്രമേ ഇപ്പൊ കയ്യിലുള്ളൂ, അതിന്റെ ബാറ്ററി ഇപ്പൊ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററി തീർന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാലോ, അവൻ മരിച്ചു പോകും. സ്പൈഡർ ആണെങ്കിൽ കേണലിന്റെ സ്വന്തം മകനുമാണ്. അതുകൊണ്ട് തന്നെ അവൻ ജെയ്ക്കിനൊപ്പം ചേർന്ന് തന്റെ മകനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. മറുവശത്ത് സ്പൈഡറിന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. അവൻ അവന്റെ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെയ്ക്കിന്റെ രണ്ടാമത്തെ മകനായ ലൊയാക് അവനെ കയ്യിലെടുത്തിട്ടുണ്ട്. കിരി ആ സമയം അവനെ നിലത്തേക്ക് കിടത്താനായിട്ട് ആവശ്യപ്പെടുന്നു. നമുക്കറിയാലോ, കിരിയും ഏവയും തമ്മിൽ ഒരു സ്പെഷ്യൽ കണക്ഷൻ ഉണ്ട്. പെട്ടെന്ന് അവിടേക്ക് ഏവയിൽ നിന്ന് വന്ന പോലെ ഒരു അപ്പൂപ്പൻ താടി പോലുള്ള പൂവ് പറന്നു വരുന്നു. അവൾ അപ്പോൾ തന്നെ സ്പൈഡറിന്റെ മാസ്ക് മാറ്റിയിട്ട് ആ പൂവിലെ വിത്ത് അവന്റെ വായ്ക്കുള്ളിലേക്ക് ഇടുകയാണ്. മരങ്ങളുടെ വേരുകളിലൂടെ അവൾ ആത്മാവുകളുടെ ആ ഒരു ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് ഏവയുമായിട്ട്. അവളുടെ മനസ്സ് മറ്റൊരു ലോകത്തിലേക്ക് പോവുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് അവൾ ബോധം കെട്ടു വീണു. സ്പൈഡർ മരിച്ചു എന്ന് എല്ലാവരും വിചാരിക്കുന്നു. ഇതേ സമയം അവിടെയുള്ള വേരുകളെല്ലാം ചേർന്ന് അത് പ്രകാശിച്ച് ഇവന്റെ ദേഹത്തെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നതായിട്ടും കാണാം. പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ കണ്ണു തുറക്കുന്നുണ്ട്. ഏവ തന്റെ ശക്തിയാൽ അവന് ഈ ഒരു ഗ്രഹത്തിൽ ശ്വാസം എടുക്കാനുള്ള കഴിവ് നൽകുകയാണ്. ഇനി അവന് മാസ്കിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. പക്ഷേ അതേ സമയം തന്നെ വരാൻ തന്റെ ആളുകളോടൊപ്പം അവിടേക്ക് എത്തുകയാണ്. സ്പൈഡർ മാസ്ക് ഇല്ലാതെ ശ്വസിക്കുന്നത് കണ്ടപ്പോ അവൾക്കും അത്ഭുതം വരുന്നുണ്ട്. അപ്പൊ കിരി പറയുകയാണ്, ഇത് ഏവയുടെ ശക്തിയാണ്. പക്ഷേ ആ ഗോത്രം ഏവയിൽ വിശ്വസിക്കുന്നില്ല. അതിന്റെ ഇടയിൽ ജേക്കും കേണലും കൂടി അവിടേക്ക് എത്തുന്നു. ജേക്ക് കേണലിനോട് പറയുന്നു, എന്റെ കൈകളൊക്കെ റിലീസ് ചെയ്യൂ, ഇല്ലെങ്കിൽ അവർ സ്പൈഡറിനെ ഇപ്പൊ കൊന്നുകളയും. അവൻ സ്പൈഡറിനെ രക്ഷിക്കാനായിട്ട് ഒറ്റയ്ക്ക് പോകുമ്പോ തന്നെ പിടിക്കപ്പെടുവാണ്. ജെയ്ക്കിന് പിന്നാലെ വന്നിട്ടുണ്ടായിരുന്ന കേണലും തന്റെ മകനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവനും പിടിക്കപ്പെടുവാണ്. അങ്ങനെ എല്ലാം പിടിച്ചടക്കിയ വരാങ് ആകട്ടെ ഇപ്പൊ ഗൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ കേണലിനോട് ചോദിച്ചു പഠിക്കുന്നു. അവർ തോക്കിനെ മിന്നലുണ്ടാക്കുന്ന യന്ത്രം എന്നാണ് പറയുന്നത്. അക്കാര്യത്തിലൊക്കെ പുള്ളിക്കാരിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. തൊട്ടടുത്ത നിമിഷം ഈ ദുഷ്ടയായിട്ടുള്ള വരാങ് തന്റെ ആളുകളോട് പറയുന്നു, ഇവരെ എല്ലാവരെയും അങ്ങോട്ടേക്ക് തീർത്ത് കളഞ്ഞേക്കെന്ന്. അപ്പോഴേക്കും കിരി അവിടുത്തെ പ്രകൃതിയുമായി വീണ്ടും ചേരുന്നു. ശേഷം അവിടെയുള്ള വലിയ ചെടികളെ ഉപയോഗിച്ച് വരാങ്ങിന്റെ ആളുകളെ മുഴുവൻ ആക്രമിക്കുകയാണ്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ജേക്കാകട്ടെ തന്റെ കുട്ടികളെയും കേണലിനെയും കൂട്ടി വെള്ളത്തിലൂടെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മറുവശത്ത് ജെയ്ക്കിന്റെ ഭാര്യയായ നെയ്തീരിക്ക് ബോധം വരികയാണ്. അവളുടെ പഴയ കൂട്ടുകാർ അവളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ കുട്ടികളെ കണ്ടെത്താനായിട്ട് അവൾ അവിടെ നിന്നും ഇവരെ കൂട്ടി പുറപ്പെട്ടു പോകുന്നു. മറുവശത്ത് ജേക്കാകട്ടെ കേണലിനോട് പറയുന്നുണ്ട്, ഈ ഗ്രഹത്തിന് ഒരു നാശവും താൻ വരുത്തരുത്. ഇപ്പോ ഈ രൂപത്തിൽ നടന്നിട്ടും തനിക്കൊന്നും മനസ്സിലാകുന്നില്ലേ? പക്ഷെ കേണൽ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. അയാൾക്ക് പക്ഷെ ജേക്കിനോട് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്. അയാളുടെ മകനെ ഇവർ നല്ല രീതിയിലാണല്ലോ വളർത്തിയിട്ടുള്ളത്. എന്നാൽ അവൻ ഒരിക്കലും മോശമാകില്ലെന്നാണ് അയാൾ പറയുന്നത്. ഇതുകൊണ്ടൊന്നും പാൻഡോറ വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ജെയ്ക്കിനെ വെറുതെ വിടാനും പോണില്ല എന്നും അയാൾ പറയുന്നുണ്ട്. എന്നാൽ അവൻ കരുതുന്നത് സ്പൈഡർ ഒരിക്കൽ മനുഷ്യരുടെ പക്ഷത്താകും എന്നാണ്. അടുത്ത ദിവസം നമ്മൾ കാണുന്നത് ജെയ്ക്കിന്റെ ഭാര്യയായ നെയ്തീരി തന്റെ ജെയ്ക്കിനെയും മക്കളെയും കണ്ടെത്തുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അതിനുശേഷം ജെയ്ക്ക് തന്റെ കുടുംബത്തോടൊപ്പം അവിടെ നിന്ന് പോകുന്നു. കേണലാവട്ടെ തന്റെ സ്പേസ്ഷിപ്പിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഇതിനിടയിൽ കിരിയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അവൾ എങ്ങനെ സ്പൈഡറിനെ ഈ ലോകത്ത് ശ്വസിക്കാനായി പ്രാപ്തനാക്കി? കൂടാതെ പ്ലാനറ്റിന്റെ ശക്തികളുമായിട്ട് ഇവൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ അവൾക്കൊരു മറുപടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ തന്റെ അച്ഛനോടും അമ്മയോടും ഇക്കാര്യം ചോദിക്കാനായി പോവാണ്. എനിക്ക് മുഴുവൻ സത്യം അറിയണം എന്ന് പറഞ്ഞതോടുകൂടി അച്ഛനും അമ്മയും മോൾക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. നീ യഥാർത്ഥത്തിൽ ഡോക്ടർ ഗ്രേസിന്റെ മകളാണ്. നിന്റെ അമ്മ ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു. പിന്നീട് അവതാർ രൂപത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവർ നല്ലൊരു സ്ത്രീയായിരുന്നു. ഞങ്ങൾ അവളെ രക്ഷിക്കാനായിട്ട് ഏവയുമായി കണക്ട് ചെയ്തു. പക്ഷെ വൈകിപ്പോയി. അതിനാൽ അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവളുടെ ഗർഭാശയത്തിൽ നീയുണ്ടായിരുന്നു. അത് ഏവയുടെ ഒരു അനുഗ്രഹം പോലെയായിരുന്നു. നിനക്കൊരു ബയോളജിക്കൽ ഫാദർ ഇല്ല. നീ ഏവയുടെ മകളാണ് യഥാർത്ഥത്തിൽ. നെയ്തീരിക്കാണെന്നുണ്ടെങ്കിൽ അപ്പൊ മറ്റൊരാശങ്കയാണ്. അതായത് സ്പൈഡറിനെ കണ്ടെത്താനായിട്ട് ഈ മനുഷ്യർ വീണ്ടും വരും. അവരെങ്ങാനും മാസ്ക് ഇല്ലാതെ ഇവൻ ശ്വസിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ രഹസ്യം കണ്ടെത്താനായി ശ്രമിക്കും. അത് കണ്ടെത്തിയാൽ ഈ പ്ലാനറ്റിൽ അവന്മാര് പൂർണ്ണ നിയന്ത്രണം സ്ഥാപിച്ചെടുക്കും. അതോടുകൂടി എല്ലാ നാവികളും കൊല്ലപ്പെടും. അങ്ങനെ നെയ്തീരി ഇപ്പോൾ ജെയ്ക്കിനോട് പറയുന്നു, നമ്മൾ സ്പൈഡറിനെ കൊല്ലണം.
പക്ഷെ ജെയ്ക്ക് അത് നിരസിക്കുകയാണ്. കാരണം അവൻ സ്പൈഡറിനെ തന്റെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത്. ഇതേ സമയം മറുവശത്ത് സമുദ്രത്തിൽ ചില മനുഷ്യരാകട്ടെ തൊൽക്കുന്നിനെ വേട്ടയാടുകയാണ്. അതിന്റെ തലച്ചോറിൽ നിന്നുള്ള ഒരു പ്രത്യേക ലിക്വിഡ് മനുഷ്യന്റെ ആയുസ് കൂട്ടാനായി സഹായിക്കുമത്രേ. അത് കൂടാതെ യുവത്വം നിലനിർത്തുകയും ചെയ്യും. അമൃതെന്നാണ് മനുഷ്യർ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ സമയം ഡൊണോവാരി ആകട്ടെ ഇപ്പൊ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. അയാൾ അപ്പോൾ പറയുന്നുണ്ട്, വെള്ളത്തിലെ ഏറ്റവും വലിയ ടൊൽക്കുനായ പൈക്കൺ കാരണം മനുഷ്യർ നമ്മളെ ആക്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ എവിടെ നിന്ന് മാറ്റണം. അവനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. പക്ഷെ ലോയാക്ക് ഇതിനെ എതിർക്കുന്നു. കാരണം പൈക്കൺ അവന്റെ സുഹൃത്താണ്. അവനപ്പോ പറയുന്നുണ്ട്, കൂടാതെ കഴിഞ്ഞ ഫിലിമിൽ പൈക്കൺ ഇവരെ ഹെൽപ്പ് ചെയ്തതും നമ്മൾ കണ്ടതാണ്. എന്നാൽ ജെയ്ക്ക് തന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു, നീ മുന്നേ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ നിന്റെ സഹോദരൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുമായിരുന്നു. ഇത് കേട്ട ലൊയാക്കിന് ഭയങ്കര സങ്കടാവുന്നുണ്ട്. സഹോദരന്റെ മരണത്തിന് താനാണ് കാരണമെന്ന് അവൻ കരുതുകയാണ്. അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. തന്റെ ജീവൻ അവസാനിപ്പിക്കണമെന്ന് പോലും അവൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ കിരി എത്തി അവനെ തടയുന്നു. മറുവശത്ത് കേണലാവട്ടെ എല്ലായിടത്തും തന്റെ മകൻ സ്പൈഡറിനെ തിരയുകയാണ്. പക്ഷെ അവനെ കണ്ടെത്താനായി കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആഷ് നാവികളുടെ ലീഡറായിട്ടുള്ള വരാങ്ങിനെ അവൻ സമീപിക്കുന്നു. ഒരുപാട് ആയുധങ്ങളൊക്കെ അവൾക്ക് നൽകി അയാള് അവളോടൊരു വിലപേശൽ നടത്തി. ഇയാളുടെ ആവശ്യം നടത്തി തരുമെന്നും പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് തന്റെ പഴയ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ ഗോത്രം ആക്രമിക്കപ്പെട്ടപ്പോ ഞാൻ ഏവയോട് പ്രാർത്ഥിച്ചു, പക്ഷേ അവൾ സഹായിച്ചില്ല. അതിനുശേഷം ഞാൻ അഗ്നിയോട് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ ശക്തി എനിക്ക് ലഭിച്ചു. അതിനുശേഷം ഞങ്ങൾ അഗ്നിയെയാണ് വിശ്വസിക്കുന്നത്. കേണൽ അങ്ങനെ ഒരിക്കൽ കൂടി അവന്റെ ആവശ്യം പറഞ്ഞു. എനിക്ക് നിന്റെ സഹായം വേണം. വരാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു വ്യവസ്ഥ, നീ എന്റെ അടിമയായിരിക്കണം. കേണൽ അന്നേരം പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ലോകത്തിലെ മികച്ച ആയുധങ്ങൾ തരാം. ഏവയെ വെല്ലുവിളിക്കാൻ എന്നേക്കാൾ നല്ല മനുഷ്യരെ നിനക്ക് വേറെ കിട്ടില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ചു. ഇവരുടെ ഈ യാത്രക്കിടയിൽ ഇവർക്ക് ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തോന്നുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കിരിയാണെന്നുണ്ടെങ്കിൽ സ്പൈഡറിനെ പ്രകൃതിയുമായി അല്ലെങ്കിൽ വെള്ളത്തിലെ ജീവികളുമായിട്ടൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾക്ക് സ്പൈഡറിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. മറുവശത്ത് ലൊയാക്ക് പൈക്കണ്ണെ തേടി പോകാനായി തീരുമാനിക്കുന്നു. അവൻ പോകുമ്പോൾ ഡൊണോവാരിയുടെ മകളായ സിറയ അവന്റെ കൂടെ പോകുന്നുണ്ട്. കാരണം അവൾക്ക് ലൊയാക്കിന്റെ അടുത്ത് ഒരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. പറഞ്ഞു വന്ന ഇപ്പോ ഒരേ സമയം 3 ഇഷ്ടങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ജെയ്ക്ക് ആവട്ടെ ഇതറിഞ്ഞപ്പോ അവനെ തിരയാനായിട്ട് പോവാൻ നിൽക്കുന്നു. പക്ഷെ ഡൊണോവാരി പറഞ്ഞു, നിന്റെ മകൻ ഒരു ധൈര്യശാലിയാണ്. നീ നിന്റെ കുലത്തെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ തന്നെ നിൽക്കണം. അപ്പോഴേക്കും കേണൽ ഇവിടെ വന്ന് ആക്രമണം നടത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ സ്പൈഡറിനെ പിടിച്ചെടുക്കുന്നു. ശേഷം ജെയ്ക്കിനോട് പറഞ്ഞു, നീയും നിന്റെ ഭാര്യയും എന്റെ കൂടെ വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് എന്തായാലും പോകാം. പക്ഷെ ജെയ്ക്ക് പറഞ്ഞു, നീ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചു ആക്രമിക്കും, എല്ലാവരും മരിക്കും. ഞാൻ ഒറ്റയ്ക്ക് നിന്നോടൊപ്പം വരാം. കേണൽ സമ്മതിക്കുന്നു. അവർ ജെയ്ക്കിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവരങ്ങനെ സ്പേസ്ഷിപ്പിലെത്തി. അവിടെ വരാങ്ങിന്റെ ആളുകളും ഉണ്ടായിരുന്നു. സ്പൈഡറിന്റെ ശരീരം പരിശോധിച്ചപ്പോൾ അവന്റെ ശരീരത്തിൽ എന്തോ മ്യൂട്ടേഷൻ സംഭവിച്ചതായിട്ട് ഇവർക്ക് കാണാൻ സാധിച്ചു. അതിനാലാണ് ഇവന് ആ ഒരു ഗ്രഹത്തിൽ ശ്വസിക്കാനായി കഴിയുന്നത്. ഇത് റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്കും പാൻഡോറയിൽ എളുപ്പം ശ്വസിക്കാനായി സാധിക്കും. എന്നിട്ട് ഭൂമി നശിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് താമസിക്കാനും പറ്റും. മറുവശത്ത് ലൊയാക്കും സിറയുമാണെന്നുണ്ടെങ്കിൽ പൈക്കണെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് വലിയ മത്സ്യങ്ങളൊക്കെ വന്ന് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പെട്ടെന്ന് പൈക്കൺ അവിടെ എത്തി ഇവരെ രക്ഷിക്കുന്നു. അതിനിടെ മനുഷ്യർ ഒരു പദ്ധതി ഇടുന്നുണ്ട്. ടുൽക്കുൻ മത്സ്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന ദിവസം എല്ലാത്തിനെയും ഒരുമിച്ച് കൊല്ലുക. പക്ഷേ ഒരു ബയോളജിസ്റ്റ് ഇതിനെ എതിർക്കുന്നു. മറുവശത്ത് നെയ്തീരി വേഷം മാറി ജെയ്ക്കിനെ രക്ഷിക്കാനായി വരുന്നുണ്ട്. വരാങ്ങിന്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ള നെയ്തീരി ആവട്ടെ അവളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയുന്നുണ്ട്, എന്നെ ജെയ്ക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ. പക്ഷെ അപ്പോഴേക്കും കേണൽ അങ്ങോട്ടേക്ക് എത്തുകയും പിന്നീട് അവൾക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരികയും ചെയ്യുകയാണ്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ആ ബയോളജിസ്റ്റ് ഇപ്പോൾ ജെയ്ക്കിനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി സഹായിക്കുന്നു. കൂടാതെ ട്വൽക്കൻ മീനുകളെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് മനുഷ്യർ ആക്രമിച്ചില്ലാതാക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ട്വൽക്കനുകൾ ഈ ഗ്രഹത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായി ഇല്ലാതാകും. അത് സംഭവിക്കാനായിട്ട് പാടില്ലെന്നൊക്കെ അയാൾ ജെയ്ക്കിനോട് പറയുന്നുണ്ട്. ജെയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു ടാങ്കിന്റെ പിന്നിൽ ഒളിക്കുന്നു. പക്ഷേ ഷിപ്പിലെ ജനറൽ ആണെന്നുണ്ടെങ്കിൽ അവന് നേരെ ആക്രമിക്കാനായി ഓർഡർ ഇടുന്നു. അന്നേരം അവിടെ ഓടിയെത്തിയ സ്പൈഡർ ആ ഒരു ടാങ്കിന്റെ മുന്നിൽ കയറി അങ്ങ് നിൽക്കും. മനുഷ്യർ അവനെ ആക്രമിക്കില്ലെന്ന് അവന് നന്നായിട്ട് അറിയായിരുന്നു. കാരണം ഈ ഗ്രഹത്തിൽ ശ്വസിക്കാൻ എങ്ങനെ കഴിയുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവനുണ്ടെങ്കിൽ മാത്രമാണ്. ഇവനെ പഠിച്ചാലേ അത് സാധിക്കും. നെയ്തീരിയും അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് എത്തുകയാണ്. എല്ലാവരും ചേർന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇപ്പോൾ ജെയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നു, സ്പൈഡറിനെ കൊല്ലേണ്ടി വരും. മനുഷ്യർ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാനറ്റിനെ മുഴുവൻ കൈവശപ്പെടുത്തും, അതായത് എങ്ങനെ ശ്വസിക്കാമെന്ന്. പക്ഷെ നെയ്തീരി ഇക്കാര്യം കേട്ട് ജെയ്ക്കിനെ എതിർക്കുകയാണ്.
കാരണം സ്പൈഡർ ജെയ്ക്കിന്റെ ജീവൻ ഇപ്പോൾ രക്ഷിച്ചു. എന്നാൽ മറ്റു വഴിയൊന്നും താൻ കാണുന്നില്ലെന്നാണ് ജെയ്ക്ക് പറയുന്നത്. അവൻ സ്പൈഡറിനെ കാട്ടിക്കൊണ്ടുപോകുന്നു. കത്തിയെടുത്ത് അവനെ കൊല്ലാനായി ശ്രമിക്കുന്നു. പക്ഷെ അവന് കഴിയുന്നില്ല. കാരണം അവൻ സ്പൈഡറിനെ തന്റെ സ്വന്തം മകനായി തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. നെയ്തീരിയും അവിടേക്ക് എത്തുന്നു. അവർ മൂന്നുപേരും കൂടി എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി ഒരുമിച്ചായിരിക്കുമെന്ന് പരസ്പരം തീരുമാനമെടുക്കുന്നു. ഇപ്പോഴിതാ ജെയ്ക്ക് മലമുകളിലേക്ക് പോകുന്നു. അവിടെ ടൊറുക്ക് എന്ന് പറയുന്ന ആ ഭീകര പക്ഷി ഉണ്ടായിരുന്നു. അവൻ ടൊറുക്കിനൊപ്പം താഴേക്ക് വന്ന് പറയുന്നുണ്ട്, എല്ലാ ഗോത്രങ്ങളോടും വരാൻ പറയൂ, യുദ്ധം നടത്തണം. ടൊറുക്ക് മത്തു എന്ന പേര് കേട്ടപ്പോ തന്നെ, അവനാണിത് പറഞ്ഞത് എന്ന് കേട്ടപ്പോ തന്നെ എല്ലാവരും അവിടേക്ക് എത്തിച്ചേരുകയാണ്. എന്നാൽ ജെയ്ക്ക് പറയുന്നുണ്ട്, മനുഷ്യരെ നേരിടാനായി കൂടുതൽ ശക്തി വേണം. അതിനാൽ തൊൽക്കുൻ ലീഡറിനോട് അവൻ സഹായം ചോദിക്കുന്നുണ്ട്. അവരപ്പോ പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ ആക്രമിക്കാറില്ല. ജെയ്ക്ക് അപ്പോൾ തിരിച്ചു പറഞ്ഞു, നാം അവരെ തടയാത്ത പക്ഷം അവരെന്തായാലും അവസാന ടൊൽക്കുനെ വരെ കൊന്നുകളയും. അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ലൊയാക്കും സിറിയയും കൂടെ എത്തുന്നു. കൂടാതെ ഗുരുതരമായി പരിക്കേറ്റ ഒരു ടൊൽക്കനും ഉണ്ടായിരുന്നു. അതപ്പോ പറയുന്നുണ്ട്, എന്റെ കുടുംബത്തെ മുഴുവൻ അവർ കൊന്നുകളഞ്ഞു. ഇത് കേട്ട ശേഷം മറ്റു ടൊൽക്കുനുകളെല്ലാം ജെയ്ക്കിനൊപ്പം പോരാടാനായി തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസം മനുഷ്യർ ആക്രമിക്കാനായി എത്തുന്നു. പക്ഷെ ആദ്യം ടൊൽക്കുൻ ലീഡർ തന്നെയാണ് അങ്ങോട്ടേക്ക് കടന്നാക്രമിക്കുന്നത്. ഒരു ഷിപ്പ് മുഴുവൻ അവർ നശിപ്പിച്ചു കളയുന്നു. ജെയ്ക്കും കൂട്ടരും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുവാണ്. അതിനിടെ വരാങ്ങിന്റെ മക്വാങ് ഗോത്രം കൂടി അവിടേക്ക് ആക്രമിക്കാനായി വരുന്നു. അവരാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ പവറല്ലേ. കിരി അപ്പോഴേക്ക് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഏവയുമായി കണക്ട് ചെയ്യുന്നു. സ്പൈഡറും അവളുടെ കൈ പിടിച്ച് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇളയ മകളായിട്ടുള്ള ടൊക്കും അവിടേക്ക് വരുന്നുണ്ട്. അവർ 3 പേരും ഏവയോട് സഹായം ചോദിക്കുവാണ്. പക്ഷെ ഒരു ബ്ലാസ്റ്റ് കൊണ്ട് ആ ഒരു കണക്ഷൻ തകരുന്നു. വരാങ്ങും അവളുടെ ഗോത്രവും നെയ്ത്തിരിയുടെ പക്ഷിയുടെ ചിറകുകൾ കത്തിക്കുകയാണ്. അതോടുകൂടി നെയ്ത്തിരി താഴെ വീഴുന്നു. ടൊറുക്കിനെയും അവർ വീഴ്ത്തുന്നുണ്ട്. ടൊണോവാരിയുടെ ഗർഭിണിയായ ഭാര്യയ്ക്കും പരിക്കേൽക്കുന്നു. ജേക്കപ്പോ ഭാര്യയുടെ അടുത്ത് നിന്ന്, നീ ഇനി യുദ്ധം ചെയ്യേണ്ട, സ്വയം ശ്രദ്ധിക്കെന്ന് പറയുമ്പോൾ ടൊണോവാരിയുടെ ഭാര്യയെ രക്ഷിക്കണമെന്നാണ് നെയ്ത്തിരി പറയുന്നത്. അവരങ്ങനെ അവളെ രക്ഷിക്കാനായി ശ്രമിക്കുന്നു. മരിക്കുന്നതിന് മുമ്പായി തന്നെ ടൊണോവാരിയുടെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ട്. ഈ സമയം കിരി വെള്ളത്തിനുള്ളിൽ ഏവയുമായി കണക്ട് ചെയ്യുകയായിരുന്നു. നിരവധി ജീവികൾ അവിടേക്ക് വരുന്നു. അവൾ പറയുന്നതെല്ലാം അവർക്ക് കേൾക്കുന്നുണ്ട്. എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കാനായി കിരി അന്നേരം ഓർഡർ ഇടുന്നതോടുകൂടി ജനറൽ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഈ യുദ്ധം അവർക്ക് ജയിക്കാൻ കഴിയില്ല. ഏറ്റവും നല്ലത് ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. പക്ഷേ രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോഴേക്കും സ്പേസ് ഷിപ്പിന്റെ ട്രസ്റ്ററുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. മറ്റൊരു വശത്ത് കേണലും വരാങ്ങും ജെയ്ക്കിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. കേണൽ ആവട്ടെ ഇപ്പോൾ ജെയ്ക്കിനെ ഭീഷണിപ്പെടുത്തുന്നു. സ്പൈഡറിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇവരെയൊക്കെ കൊന്നുകളയുമെന്ന്. സ്പൈഡർ ഇത് കേട്ട് അവിടേക്ക് എത്തുന്നുണ്ട്. വരാങ് ആകട്ടെ ഇപ്പോൾ നെയ്ത്തീരിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ കിരി അവളെ തടയുകയാണ്. എയ്വ കൂടുതൽ ശക്തമാണെന്ന് മനസ്സിലാക്കിയ വരാങ് ആകട്ടെ ഇവിടെ നിന്ന് പേടിച്ചോടി പോകുന്നുണ്ട്. കേണൽ സ്പൈഡറിനെ കൊണ്ടുപോകുമ്പോൾ ജെയ്ക്ക് പിന്തുടർന്ന് അവനെ പിടിക്കുന്നുണ്ട്. ഒരു ശക്തമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ അടുത്ത് നിന്നാണ് ഇപ്പൊ അവര് പോരാടിക്കൊണ്ടിരിക്കുന്നത്. സ്പൈഡർ അന്നേരം വീഴാനായിട്ട് പോകുമ്പോൾ കേണൽ അവനെ രക്ഷിക്കുകയാണ്. 3 പേരും ഇപ്പോൾ ഒരു കല്ലിൽ തൂങ്ങിക്കിടക്കുന്നു. ജെയ്ക്ക് അവരെ മുകളിലേക്ക് ഉയർത്തുന്നു. അപ്പോഴേക്കും ജെയ്ക്കിന്റെ കുടുംബം മൊത്തം അവിടേക്ക് എത്തുന്നുണ്ട്. കേണലിനെ ആക്രമിക്കാനായിട്ടാണ് അവർ വരുന്നത്. എന്നാൽ ജെയ്ക്ക് അത് തടഞ്ഞു. താൻ തോറ്റെന്ന് മനസ്സിലാക്കിയിട്ടുള്ള കേണൽ ആവട്ടെ അപമാന ഭാരത്താൽ താഴേക്ക് ചാടി മരിക്കുകയാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ ജെയ്ക്കും ഫാമിലിയും ഒന്നിക്കുന്നു. അവർ വെള്ളത്തിനുള്ളിൽ പോയി ഏവയുമായി ഒന്നിച്ച് കണക്ട് ചെയ്യുന്നു. അവസാനം നമുക്കൊരു ഡയലോഗ് കേൾക്കാം, ലൈറ്റ് ഓൾവേസ് റിട്ടേൺസ്, അഥവാ വെളിച്ചം എപ്പോഴും തിരിച്ചു വരുമെന്ന്. ഇത് ശരിക്കും കേൾക്കുന്നത് നമ്മുടെ നെതിയാമിന്റെ വോയിസിലാണ്. ഇങ്ങനെയാണ് നമ്മുടെ അവതാർ 3 ഫയർ ആൻഡ് ഡാഷ് എന്ന ഈ മൂവി അവസാനിക്കുന്നത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നമ്മളെ ഒട്ടും തന്നെ നിരാശപ്പെടുത്താത്ത ഒരു അടിപൊളി സിനിമ. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.